ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. എന്തുകൊണ്ട് ഗോൾഡ് ബീസ് എന്ന ETF-നെ ഒഴിവാക്കി സമീപകാലത്ത് ടാറ്റ ഗോൾഡ് ETF എന്ന ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മോഡിറ്റി ETF എന്ന ശ്രേണിയിൽപ്പെടുന്നതാണ് നിപ്പോൺ ഇന്ത്യ ETF ഗോൾഡ് ബീസ്. 2006-ൽ ഇത് ആരംഭിച്ച സമയത്ത് 2007 മാർച്ച് 8 ആരംഭിച്ചത്. ഇത് ആരംഭിച്ച സമയത്ത് ഇത് ബെഞ്ച്മാർക്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഇത് തുടക്കത്തിൽ ഇതിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 ഗ്രാമിന് സ്വർണത്തിന് തുല്യമായിരുന്നു. 1 ഗ്രാം സ്വർണം ആയിരുന്നു ആദ്യം ഒരു യൂണിറ്റായി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ നിലവിൽ ഇതിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 ഗ്രാമിന്റെ 100-1 മാത്രമാണ്. ഇതിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ കാണാം ഡിസംബർ 31/12/2024 15,189 കോടി രൂപയോളമാണ് ഇതിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്. അതായത് മൊത്തം ഗോൾഡിലുള്ള അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 45,000 കോടി രൂപയാണ്. അതിന്റെ 1/3 ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗോൾഡ് ബീസ് എന്ന നിപ്പോൺ ഇന്ത്യയുടെ കീഴിലുള്ള ഈ ETF-ലാണ്. ഇതിന്റെ ഒരു യൂണിറ്റിന്റെ വാല്യൂ ഏകദേശം 66.58 രൂപയാണ്. ഞാൻ ഇതുമായി ഗോൾഡ് ബീസുമായി താരതമ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതും ഞാൻ ഇപ്പോൾ നിലവിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ETF എന്ന് പറയുന്നത് ഈ ടാറ്റ ഗോൾഡ് ETF എന്നാണ്. അത് കണ്ടാൽ അറിയാം, ഏകദേശം അസറ്റ് അണ്ടർ മാനേജ്മെന്റ് വെറും 315 കോടി രൂപ മാത്രമാണ്. അതിന് കാരണം ഇത് ആരംഭിച്ചത് 2024 ജനുവരിയിൽ മാത്രമാണ്. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് ഞാനിത് തിരഞ്ഞെടുക്കാൻ കാരണം. ഒരു NAV എന്ന് പറയുന്നത്, ഒരു യൂണിറ്റ് NAV എന്ന് പറയുന്നത് കാണാമല്ലോ, 7.77 രൂപയാണ്. 1 ഗ്രാമിന്റെ 1000-1 മാത്രമാണ്, ഏകദേശം 1 മില്ലിഗ്രാം ആണ് അതിന്റെ വില. ഏറ്റവും നേരിയ വളരെ വിലക്കുറവിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്ന ഒരു ETF-ആണ് ടാറ്റ ഗോൾഡ് ETF. ഞാൻ എന്തുകൊണ്ട് ഗോൾഡ് ബീസ് ഒഴിവാക്കി ടാറ്റ ഗോൾഡ് ETF തിരഞ്ഞെടുത്തു എന്നുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഇത് ട്രാക്ക് ചെയ്യുന്നത് പ്യുവർ ഗോൾഡിനെയാണ്. പ്യുവർ ഗോൾഡ് എന്ന് പറയുമ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ 100-ൽ 1 ഗ്രാമായിട്ടുള്ള അതിന്റെ വാല്യൂ ഇതിൽ കാണാൻ പറ്റും 66.58 ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്നത് പ്യുവർ ഗോൾഡ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. അതേസമയത്തിന് ടാറ്റ ഗോൾഡ് ETF ഒരു കൃത്യമായി 1 ഗ്രാമിന്റെ 1000-1 തന്നെയാണ്. അതായത് നമുക്ക് വളരെ എളുപ്പത്തിന് ഇതിന്റെ വാല്യൂ ട്രാക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് വളരെ കുറഞ്ഞ വിലയിൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാം. വളരെ ചെറിയ ഒരു 7 രൂപ 77 ഉണ്ടെങ്കിൽ നമുക്ക് 1 ഗ്രാം സ്വർണം വാങ്ങിക്കാൻ പറ്റും. 66 രൂപ 58 പൈസ അത്ര കൂടുതലൊന്നല്ല എങ്കിലും ഇത് കൃത്യമായി, ഏറ്റവും പ്രധാന കാരണം ഇത് കൃത്യമായി പ്യുവർ ഗോൾഡിനെ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗോൾഡിലുള്ള വില വ്യത്യാസം കൃത്യമായി ഇതിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. ടാറ്റ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണം മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറവാണെങ്കിലും ഇതിന്റെ വില വളരെ ചെറുതായതുകൊണ്ട് നല്ല ലിക്വിഡിറ്റി ഉള്ളത്, വോളിയം ഉള്ളതുകൊണ്ട് നല്ല ലിക്വിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച വിലയിൽ തന്നെ ഇത് വാങ്ങാനും വിൽക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ടാറ്റ ഗോൾഡ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തെ കാരണമാണ് സത്യത്തിൽ ഞാൻ ടാറ്റ ഗോൾഡിലേക്ക് ചൂടുമാറാനുള്ള പ്രധാന കാരണം. അതെന്ന് പറയുന്നത് ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ തമ്മിലുള്ള അന്തരമാണ്. ഗോൾഡ് ബീസിന്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 0.81% ആണ്. അതേസമയം ടാറ്റ ഗോൾഡിന്റെ എക്സ്പെൻസ് റേഷ്യോ കേവലം 0.38% ആണ്. ഈ പ്ലെഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് ETF-കൾ വളരെ കുറവാണ്. അതിലുള്ള ഒരെണ്ണമാണ് നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് ബീസ്. അടുത്ത ഒരെണ്ണം ടാറ്റ ഗോൾഡ് ETF ആണ്. അപ്പോൾ നമുക്ക് ഈ പ്ലെഡ്ജ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ അറിയാമല്ലോ. അതുപയോഗിച്ച് നമുക്ക് MDF ട്രേഡിംഗ് നടത്താം. നമുക്ക് MDF ചെയ്യാനുള്ള ലോൺ ലഭിക്കുന്നത് ചില പ്രത്യേക സ്റ്റോക്കുകളിലും ETF-കളിലും മാത്രമാണ്. അത് എല്ലാ ETF-കളും അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ടാറ്റ ഗോൾഡ് നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് ബീസ് പോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് പ്ലെഡ്ജ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇങ്ങനെ 3-4 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഗോൾഡ് ബീസിൽ നിന്ന് ടാറ്റ ഗോൾഡ് ETF-ലോട്ട് മാറുന്നതിനുള്ള കാരണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. കാരണം എൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരെണ്ണത്തിനെ ഒഴിവാക്കി മറ്റൊരെണ്ണം ഒഴിവാകുന്നത്. ആ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ്.